ഹായ് ഹലോ. ഈ കാണുന്ന ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണത് കേട്ടോ. അതായത് മുൻപ് ഞാനൊരു മാലയുടെ വീഡിയോ ഇട്ടില്ലേ, 10 മാല ഒരേപോലെ വന്നത്. അവർ തന്നെ തന്നതായിരുന്നു ഇത്. 10 ഹെയർ ബാൻഡ് ഒരേപോലെ വേണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുട്ടികൾക്ക് ഡാൻസിനുള്ളതായിരുന്നു. വൈറ്റ് തീമാണ് പറഞ്ഞത്. വൈറ്റ് ഹെയർ ബാൻഡിൽ പേൾസ് വേണം, പിന്നെ താഴെ ഒരു നമ്മളുടെ റിബൺ, സാറ്റിൻ റിബൺ ഇങ്ങനെ കെട്ടി കിടക്കുന്ന പോലെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് 2mm പേൾസും പിന്നെ ഇത് നമ്മളൊരു റോസ് ഫ്ലവർ ബീഡും ഉണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ത്രെഡ് എടുത്തു. ത്രെഡിലേക്ക് നമ്മൾ 2mm ബീഡ് ക്രോസ് ചെയ്ത് കൊടുക്കുന്ന പോലെ, അതായത് നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്ന പോലെയാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ആദ്യം ഒരു മുത്തിട്ടു കേട്ടോ. അത് നമ്മളൊന്നും ചെയ്യുന്നില്ല, അത് സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തു. അതിന് ശേഷം ഉള്ള മുത്തുകളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല കഷ്ടം തോന്നി. അതായത് ഈ നൂലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ചെയ്തെടുക്കുമ്പം ഒത്തിരി നേരം എടുക്കും. അപ്പോൾ ഞാനിതിനൊരു സൂത്രപ്പണി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഈ വീഡിയോൻ്റെ ഇടയിൽ വെച്ച് കാണാം. അപ്പോൾ ഇത് 2 ബീഡ് ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ മറ്റേ നൂലിൻ്റെ അറ്റവും കൂടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അത് വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ രണ്ടും ക്രോസായി നിൽക്കുകയും ചെയ്യും. അടുത്തത് വരുമ്പോഴും ടൈറ്റായി നിൽക്കും, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവില്ല. നമ്മൾക്കിപ്പം ഹെയർ ബാൻഡിൽ വെച്ചാലും ഒപ്പം ഒരു നിര പോലെ ഒരുമിച്ച് നിൽക്കും കേട്ടോ. നമ്മൾ 2 ലൈനാക്കിയൊക്കെ കൊടുത്താൽ വലിയ ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും, കൺഫ്യൂഷൻ അധികം വരില്ല. അപ്പോൾ ഇത് വീണ്ടും അടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഐഡിയ. എൻ്റെ നൂലിൻ്റെ അറ്റം കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു സൂത്രപ്പണി ചെയ്തു. അതായത് 2 നൂലിൻ്റെ അറ്റത്ത് കുറച്ച് കട്ടിയുള്ള നമ്മളുടെ ഗിയർ വയറിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഗം കൊണ്ട് ഒട്ടിച്ചു കൊടുത്തു 2 അറ്റത്തും. അപ്പോൾ നമുക്ക് വേഗം നൂലിൻ്റെ ഉള്ളിലേക്ക് ഇടാനും പറ്റും. വേഗം നമ്മൾക്ക് ടൈം കുറേ കൂടി ഒരുപാട് ടൈം ആകാതെ തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. കണ്ടോ, വേഗം ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം സൂചിയാണ് വിചാരിച്ചത്, പിന്നെ എനിക്ക് തോന്നി വേണ്ട, അതിനേക്കാൾ കുറച്ചുകൂടി ഇത് കംഫർട്ടബിളാണ്, നൂലിൽ നിൽക്കുകയും ചെയ്യും നമ്മളുടെ ഗിയർ വയർ. അപ്പോൾ അത് അവസാനം ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. പിന്നെ വീഡിയോയിൽ എൻ്റെ കയ്യിലെ മുറിവാരും ശ്രദ്ധിക്കേണ്ട, കാരണം കറിക്കരിയുമ്പോൾ കയ്യും കൂട്ടി അരിഞ്ഞതാണ്. പിന്നെ പണ്ടൊക്കെ ഒരു കുഞ്ഞു മുറിവുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ പിന്നെ മുറിവല്ല, വിരൽ മുറിഞ്ഞു പോയാലും വലിയ വിഷയമില്ല. ഇപ്പോൾ അതിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഓർത്തത്, നമ്മളെപ്പോഴും കുട്ടിയല്ലല്ലോ, നമ്മളിപ്പോൾ കുട്ടികളുടെ അമ്മയായ പോരാളിയാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ മുറിവൊന്നൊരു വിഷയമല്ലായത്. പക്ഷേ നന്നായി ആഴത്തിൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൈ. പക്ഷേ ഈ വർക്ക് ഞാൻ ഏറ്റെടുത്ത വർക്കുമാണ്, അതുപോലെ ആദ്യമായിട്ട് കിട്ടിയൊരു വലിയ വർക്കായിരുന്നു, അതുകൊണ്ടാണിത് ഒട്ടും ഒഴിവാക്കിയില്ല. വളരെ ഇൻട്രസ്റ്റോട് ചെയ്തൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിലേക്കുള്ള മുത്ത് കോർത്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലവർ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ അതിന് ശേഷം ഫ്ലവർ ബീഡ് ഇട്ടതിന് ശേഷം ഒരു 4mm ബീഡാണ് ഇട്ട് കൊടുത്തത്. അതെനിക്ക് ഒട്ടും നന്നായി തോന്നിയില്ല. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും നമ്മളുടെ 2mm ബീഡ് തന്നെ ഇതിൽ ചേർത്തിയിട്ടുണ്ട്. ആ ക്ലിപ്പ് ഞാനിതിൽ ചേർത്തിയിട്ടില്ല, കാരണം ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബീഡ് കൂടി ഇട്ടു. പക്ഷേ ഇതിൽ കാണുന്ന ബീഡല്ല, ഞാൻ 2mm ബീഡ് തന്നെയാണ് അതിലിട്ടിട്ടുള്ളത്. ഇത് ഞാൻ ഇട്ടിട്ട് ഫുള്ളായി ചെയ്തതിന് ശേഷം എനിക്കതൊരു പെർഫെക്ഷൻ ഇല്ലയെന്ന് തോന്നിയിട്ട് ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഹെയർ ബാൻഡിൻ്റെ ലുക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ മുത്തല്ല യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് വീണ്ടും പിന്നെ റോസ് ഫ്ലവർ ബീഡ് ഇടുമ്പം ഇത് 1 ഹോളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ഭാഗത്തും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട്, അതായത് നൂലിൻ്റെ 2 ഭാഗം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ആ ഹോളിൽ കൂടെ ഇടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ 4mm ബീഡും അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അതൊട്ടും ഇങ്ങനെ ഒപ്പം ഇല്ലാത്ത പോലെ നിന്നിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുമായിരുന്നു, തെന്നി പോകുന്ന പോലെ തോന്നിയ ഫ്ലവർ. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് 2mm ബീഡ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ 4 2mm ബീഡ് വരുന്ന പോലെ ഇങ്ങനെ ക്രോസ് ആക്കി കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെയിം മെത്തേഡ്, അതായത് ഫസ്റ്റ് ചെയ്ത പോലെ ഇപ്പുറത്തെ സൈഡും എത്ര ലൈനാണോ നമ്മൾ 2mm ബീഡ് ക്രോസ് ചെയ്തിട്ടത് അതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യുക കേട്ടോ. പിന്നെ ഹെയർ ബാൻഡിൻ്റെ സാറ്റിൻ ബോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാറ്റിൻ ബോ എന്ന് പറയുമ്പോൾ സിൽവർ കളറിൽ കുറച്ച് ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലായിരുന്നു അത് കേട്ടോ. അത് ഞാൻ ചുറ്റിയെടുത്തതാണ്. കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാമിനുള്ളതാണല്ലോ, അപ്പോൾ കുറച്ചൊന്ന് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചുറ്റിയെടുത്തതായിരുന്നു.
അപ്പോൾ ഇതേ നമ്മളുടെ മറ്റേ ഹെയർ ബാൻഡിൻ്റെ മേലെ വെക്കാനുള്ള സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഗം അപ്ലൈ ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ B7000 ഗമ്മാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതിങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ ഒട്ടിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ചിലപ്പോൾ അതിങ്ങനെ അഴിഞ്ഞഴിഞ്ഞു പോകുന്ന പോലെ തോന്നും, പെട്ടെന്ന് വീണ് പോകുന്ന പോലെ തോന്നും. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഗം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഗം ഇത്തിരി ഒന്ന് ഇതാവുന്ന വരെ. അതിന് ശേഷം ഇത് ഒട്ടിക്കുക. ഇത്തിരി എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അരമണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യരുത്. ഒരു 2-3 ഒരു 10-20 വരെ എണ്ണുന്ന ഒരു സമയം, അത്രയും സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒട്ടിച്ചാൽ നിൽക്കും കേട്ടോ. ഫസ്റ്റ് ഞാൻ ഓടിക്കയറി ഒട്ടിച്ചപ്പോൾ എനിക്കത് പെട്ടെന്ന് നിൽക്കാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഒട്ടിച്ചപ്പം എനിക്കത് ശരിയായി വന്നു കേട്ടോ. ഇതൊക്കെ നമ്മളൊരു വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ട്രിക്കുകളാണ്. ഇതൊന്നും നമ്മൾക്ക് ചിലപ്പോൾ പഠിപ്പിച്ച് തരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പഠിക്കുമ്പോഴോ ഒന്നും ഇത് കിട്ടണമെന്നില്ല. നമ്മളിത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഇപ്പം നൂലിൽ മുത്ത് കോർക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ നൂല് വേഗം എളുപ്പത്തിന് എന്താ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ടൈം നമുക്ക് കുറച്ച് ഇതാക്കണം. അപ്പം ഞാൻ വേഗം മിക്കവരും സൂചിയിൽ കോർത്ത് വെക്കുക നൂല്, അല്ലെങ്കിൽ നമ്മളുടെ ഗമ്മ നൂലിൻ്റെ അറ്റത്ത് ഇങ്ങനെ തേച്ച് ഉണക്കിയാൽ ആ നൂലിൻ്റെ അറ്റം ഇങ്ങനെ നല്ല കട്ടിക്ക് നിൽക്കും. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മളുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസാണ് കുറേ കൂടി നമ്മൾക്ക് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്